ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഈ വിദ്യാലയങ്ങൾ നാം അനുഭവിക്കുന്ന അറിവിൻ്റെ സ്വാതന്ത്ര്യം, അതിനു പിന്നിൽ അയ്യങ്കാളിയെപ്പോലുള്ള മഹത് വ്യക്തികളുടെ ത്യാഗവുമുണ്ട്. നാം ഓരോരുത്തരും അത് മനസ്സിലാക്കുകയും ആ ഓർമ്മകളെ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. അറിവാണ് ഏറ്റവും വലിയ ശക്തി എന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന തത്വമാണ്. അയ്യങ്കാളിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ നമ്മൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാവരും തുല്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അയ്യങ്കാളിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് അതിനുള്ള ഊർജവും പ്രചോദനവുമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അയ്യങ്കാളിയെപ്പോലുള്ള സാംസ്കാരിക സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ഉണ്ടാക്കിയെടുത്ത ഒരു സാംസ്കാരിക ചരിത്രമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുവാനുള്ളത്. ആ സാംസ്കാരിക ചരിത്രവും മഹത്തായ നമ്മുടെ ഒരു പാരമ്പര്യവും ഒക്കെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇന്ന് പല കാരണങ്ങൾ കൊണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജയന്തി ആഘോഷം നമ്മൾ നടത്തുന്നത്. നമ്മുടെ പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ അയ്യങ്കാളിയെ പോലുള്ള ആൾക്കാർ നൽകിയിട്ടുള്ള സന്ദേശമുണ്ട്. മാതൃകാപരം ആയിരിക്കണം. പാവപ്പെട്ടവൻ്റെയും സമൂഹത്തിൽ നിഷേധിക്കപ്പെട്ടവൻ്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് അതെല്ലാം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, പൊതുപ്രവർത്തനത്തോടുള്ള സമൂഹത്തിൻ്റെ സമീപനം തന്നെ വളരെ അതിൻ്റെ ഗ്രാഫ് കുറഞ്ഞു വരുന്നു എന്നുള്ള കാര്യം കൂടി നാം കാണേണ്ടതായിട്ടുണ്ട്. അക്കാര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ബോംബിടുമെന്നും ഒക്കെയുള്ള ഭീഷണി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉയർന്നു വരുന്നുണ്ട്. അതെല്ലാം അയ്യങ്കാളിയെപ്പോലുള്ള മഹാന്മാരുടെ ചിന്തകൾക്ക് എതിരാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് കേരളമാണ്. അങ്ങനെയൊന്നും പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നവോത്ഥാന നായകന്മാർ ഇന്നും നമ്മൾ ഇന്ന് ആഘോഷിക്കുകയും ആചരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്.